കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീദുർഗായൈ നമഃ. നമ്മൾ കഴിഞ്ഞാൽ എന്താണ് കണ്ടത്? ഈ ദേവി ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനെ ഭസ്മാക്കി. അപ്പോൾ ധൂമ്രലോചൻ്റെ കൂടെ വന്ന പടയാളികൾക്ക് ദേഷ്യം വന്ന് ദേവിയുടെ മേലിക്ക് ശരവർഷവും വേലും മഴുവൊക്കെ എറിഞ്ഞു. അത് കണ്ടപ്പോൾ ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹത്തിന് കഠിനമായിട്ടുള്ള ദേഷ്യം വന്നിട്ട് സിംഹം നല്ല അങ്ങോട്ട് വലിപ്പം വെച്ചു. എന്നിട്ട് സട കുടഞ്ഞ് ഉറക്കെ ഗർജിച്ചു കൊണ്ട് ഈ സൈന്യങ്ങളുടെ ഇടയിൽ കൂടെ ഊട്ടി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. ഇനി 12 വായിക്കാം. കാംശ്ചിത് കരപ്രഹാരേണ ദൈത്യാനാസ്യേന ചാപരാൻ ആക്രമ്യ ചരണേനാന്യാൻ ജഘാന ച മഹാസുരാൻ. സഹ കാംശ്ചിത് ദൈത്യാൻ. ആ സിംഹം ഉണ്ടല്ലോ, ഇവിടെ സഹ എന്ന് പറയണത് അവൻ, ആ സിംഹത്തിനാണ് പറയണല്ലോ. ആ സിംഹം കാംശ്ചിത് ദൈത്യാൻ, ചില ദൈത്യന്മാരെ, ചില അസുരന്മാരെ കരപ്രഹാരേണ ജഘാന, കൈയിങ്ങനെ ഇതായിട്ട് തുറന്നിട്ട് എന്താ പറയുക അതിന്, കൈയിങ്ങനെ പരത്തിയിട്ട് അടിച്ചിട്ട് കൊന്നു കുറേ അസുരന്മാരെ. സിംഹാട്ടോ പറയണം, സിംഹമാണ് കൊന്നത്. അപരാൻ, ബാക്കി വേറെ ചിലരെ ആസ്യനാച്ച, തൻ്റെ തലോണ്ട് അടിച്ചു കൊന്നു. അത്ര ശക്തിൻ്റെ വലിപ്പമുണ്ട്. നമ്മൾ വിചാരിക്കണ സാധാരണ ഒരു സിംഹത്തിൻ്റെ വലിപ്പമല്ല, അതിലും വലുതാവാനൊക്കെ പറ്റും. ദേവിയുടെ വാഹനമല്ലേ. അപ്പോൾ ആദ്യം സിംഹത്തിൻ്റെ കൈ കൊണ്ട് അടിച്ചിട്ട് അനവധി അസുരന്മാരെ കൊന്നു. പിന്നെ തലോണ്ട് മുട്ടിയിട്ട് തലോണ്ട് അടിച്ചിട്ട് കൊന്നു, സിംഹത്തിന് തലോണ്ടേ. പിന്നെ ചരണേന ആക്രമ്യ, കാലോണ്ട് ആക്രമിച്ചിട്ട് അന്യാൻ മഹാസുരാൻ ചജഗാന, വേറെ ചില അസുരന്മാരെ കൊന്നു. അതിൻ്റെ അർത്ഥം എന്താ? കുറേ അസുരന്മാരെ കൈകൊണ്ടടിച്ചു കൊന്നു, കുറേ അസുരന്മാരെ തലോണ്ടടിച്ചു കൊന്നു സിംഹം, കുറേ അസുരന്മാരെ കാലോണ്ടടിച്ച് കൊന്നു. 60,000 ഉണ്ടല്ലോ. കാംശ്ചിത് കരപ്രഹാരേണ ദൈത്യാനാസ്യേന ചാപരാൻ ആക്രമ്യ ചരണേനാന്യാൻ ജഘാന ച മഹാസുരാൻ. 13. കേഷാംചിത് പാടയാമാസ നഖൈ കോഷ്ഠാനി കേസരി തഥാ തലപ്രഹാരേണ ശിരാംസി കൃതവാൻ പൃഥക്. കേസരി നഖൈ കേഷാംചിത്, ചിലരെ, കേസരി ച സിംഹം, സിംഹം നഖം കൊണ്ട് ചിലരുടെ കോഷ്ഠാനി പാടയാമാസ, വയറ് നഖം കൊണ്ട് മാന്തി പൊളിച്ചിട്ടു. സിംഹല്ലേ, നല്ല നഖമുണ്ടല്ലോ അവർക്ക്. ഈ കാലിനും കയ്യിനും ഒക്കെ എന്താ അങ്ങനെ പുറത്തേക്ക് ആക്കാൻ പറ്റും അല്ലേ, വളഞ്ഞിങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചിത്രങ്ങളിലും നേരിട്ടൊക്കെ നമ്മൾ കാണാമല്ലോ. അതിങ്ങനെ കുത്തിക്ക് നടക്കൂല. അപ്പോൾ എന്താ ചെയ്ത, സിംഹം ചില അസുരന്മാരുടെ വയറാണ് തൻ്റെ കൂർത്ത നഖം കൊണ്ട് മാന്തി പൊളിച്ചു. തഥാ തലപ്രഹാരേണ ശിരാംസി പൃഥക് കൃതവാൻ. അതേപോലെ തന്നെ കൈകൊണ്ട് അടിച്ചിട്ട് അവരുടെ തലയുടലും, ഈ അസുരന്മാരുടെ തലയും ഉടലും വേറെയാക്കി കൈകൊണ്ട് അടിച്ചിട്ട്. അത്ര ശക്തിയാണ്. അപ്പോൾ നഖം കൊണ്ട് ചിലരുടെ വയറൊക്കെ മാന്തി പൊളിച്ചു. പിന്നെ ചില അസുരന്മാരുടെ തലയും ഉടലും വേറെയാക്കി കൈകൊണ്ട് അടിച്ചിട്ട്. കേഷാംചിത് പാടയാമാസ നഖൈ കോഷ്ഠാനി കേസരി തഥാ തലപ്രഹാരേണ ശിരാംസി കൃതവാൻ പൃഥക്. വിച്ഛിന്ന ബാഹുശിരസ കൃതാസ്തേന തഥാ പരേ പപൗച രുധിരം കോഷ്ഠാദന്യേഷാം ധുതകേസര. തഥാ അപരേ, വേറെ ചില അസുരന്മാരെ, തേന വിച്ഛിന്ന ബാഹുശിരസ, കയ്യും തലയും കൃതാഹ, ആ സിംഹം അടിച്ചും കടിച്ചിട്ടൊക്കെ മുറിച്ചു. പിന്നെ വേറെ ചില അസുരന്മാരുടെ കയ്യും തലയൊക്കെ അടിച്ചിട്ടും കടിച്ചിട്ടൊക്കെ മുറിച്ചിട്ടു. ധുതകേസരഹാസ, എന്നിട്ടോ പിന്നെ സടയും കുലുക്കിക്കൊണ്ട് എന്ത് ചെയ്തു,
ആ സിംഹം അന്വേഷാം കോഷ്ഠാത് രുധിരം പപൗച. എന്നിട്ട് ഈ വയറ് പടർന്ന ചോര വരണത് കുടിച്ചു. ചോര വലിയ ഇഷ്ടമാണല്ലോ ഈ പിന്നെ മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങൾക്കൊക്കെ ചോര വലിയ ഇഷ്ടമാണ് കുടിക്കാൻ. അപ്പോൾ ഇവരെയൊക്കെ മാന്തി പൊളിച്ചിട്ടും തലയൊക്കെ അടിച്ചിട്ടിട്ടൊക്കെ ആകുമ്പോൾ കുറേ ചോര വരുമല്ലോ, അതൊക്കെ കുടിച്ചു. വിച്ഛിന്ന ബാഹുശിരസ കൃതാസ്തേന തഥാ പരേ പപൗചരുധിരം കോഷ്ഠാദന്യേഷാം ധുതകേസര ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മനാ തേന കേസരിണാ ദേവ്യാ വാഹനേനാതികോപിന. അതികോപിന അതായത് അതികോപത്തോടുകൂടി മഹാത്മനാ ദേവ്യാഹ, ഇങ്ങനെ ആ വളരെ ശക്തിയേറിയ ദേവിയുടെ വാഹനമായ ആ സിംഹം, തേന കേസരിണ, ആ സിംഹത്താൽ, തദ്ബലം സർവം, ആ അസുരസേനയുടെ ബലം മുഴുവൻ, അതായത് 60,000 ബലവാന്മാരായിട്ടുള്ള അസുരസേനയെ മുഴുവൻ ക്ഷണേന ക്ഷയം നീതം, ആ അസുരപ്പടയെ എല്ലാം ക്ഷണം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് തകർന്ന് തരിപ്പണാക്കി തീർത്തു. ആര്? ഈ സിംഹം ഒറ്റയ്ക്ക്. ദേവി ഒന്നും ചെയ്തില്ല. സിംഹം തന്നെ, ദേവിയുടെ ഹുങ്കാരം കൊണ്ട് ധൂമ്രലോചനൻ മരിച്ചു, ഭസ്മായി. പിന്നെ ഈ കൂടെ വന്ന 60,000 പടയാളികളെ ആരാ കൊന്ന്? ഈ സിംഹം. ദേവിയുടെ ശക്തി, ദേവി നൽകിയ ശക്തി കൊണ്ട് തന്നെയാണ് സിംഹം കൊല്ലണത് അല്ലേ? ദേവി നൽകിയ ശക്തി കൊണ്ട്. അപ്പം എന്താ ഇതിന്ന് നമുക്ക് ഈ വിസ്തരിച്ച് ഈ ചോര കുടിച്ചോന്നൊക്കെ പറയണമെന്ന് നമുക്ക് അതിൽ ശ്രദ്ധിക്കാതെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ട വെച്ചാൽ, അധർമ്മികളെ തീർച്ചയായിട്ടും അധർമ്മം കാണിച്ച് ഉയരത്തിൽ എത്തിയിട്ട് ഒരു കാര്യമില്ല. അധപ്പതനം ഉറപ്പാണ്. എത്ര ബലവാനായാലും അധർമ്മികളെ ഈ പ്രപഞ്ച ശക്തിയായിട്ട് നിൽക്കണം, ദേവിയായാലും ശിവനായാലും വിഷ്ണു ആയാലും അവർക്കൊരധപ്പതനം ഉണ്ടാവും. ആ പ്രപഞ്ചശക്തി അങ്ങനെ ധർമ്മം, കാരണം ധർമ്മമാണല്ലോ എല്ലാറ്റിനും നമ്മുടെ സബ്സ്ട്രാറ്റം തന്നെ. ബ്രഹ്മാണ് സബ്സ്ട്രാറ്റം എന്ന് പറയണ പോലെ ധർമ്മം തന്നെയാണ് ബ്രഹ്മം എന്നും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ അല്ലേ. അപ്പോൾ അധർമ്മികൾക്ക് കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാമെന്നല്ലാതെ അവർക്ക് അധപ്പതനം ഉറപ്പാണെന്നാണ് അതുകൊണ്ട് കാണിക്കണത് കേട്ടോ. ഇനി ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മന തേന കേസരിണ ദേവ്യാ വാഹനേനാതികോപിന. ആ അസുരപ്പട മുഴുവൻ ഈ സിംഹം ക്ഷണത്തിൽ ഒരു സമയമെടുക്കാതെ വേഗം നശിപ്പിച്ചു. ഇനി ശ്രുത്വാ തമസുരം ദേവ്യാ നിഹതം ധൂമ്രലോചനം ബലം ജക്ഷപിതം സർവം ദേവീ കേസരിണ തഥ. 17 കൂടി ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. ചുകോപദൈത്യാധിപതി സുംഭ പ്രസ്ഫുരിതാധര ആജ്ഞാപയാമാസ ച തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ തം അസുരം ധൂമ്രലോചനം. ആ അതിബലവാനായിട്ടുള്ള ധൂമ്രലോചനനെ അല്ലെങ്കിൽ ധൂമ്രലോചനൻ ദേവ്യാഹ നിഹതം, ദേവിയാൽ വധിക്കപ്പെട്ടു എന്ന് ശ്രുത്വ, കേട്ടപ്പോൾ സുംഭ ചുകോപ, സുംഭന അല്ലെങ്കിൽ തന്നെ ദേഷ്യം വന്നിരിക്കുക, ഒന്നും കൂടി ക്രോധം വർദ്ധിച്ചു എന്ന്. അതാണ് തം അസുരൻ ധൂമ്രലോചനം, ആ ധൂമ്രലോചനൻ ദേവ്യാ നിഹതം, ദേവിയാൽ നിഹതം കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ഹനിക്കപ്പെട്ടു എന്ന് ശ്രുത്വ, അത് കേട്ടപ്പോൾ സുംഭ ചുകോപ, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, കോപം പൂണ്ടു. എന്നിട്ടോ ധൂമ്രലോചനാണോ? അതല്ല. തതഹ ദേവി കേസരിണ സർവം ബലം ചാക്ഷപിതം ശ്രുത്വ. പോരാ, ധൂമ്രലോചനെ കൊന്നു മാത്രമല്ല, ദേവിയുടെ വാഹനമായിട്ടുള്ള സിംഹം ഈ ധൂമ്രലോചൻ്റെ കൂടെ പോയ 60,000 പടയാളികളുള്ള സൈന്യത്തിനെ മുഴുവൻ കൊന്നു എന്നും കൂടി ശ്രുത്വ കേട്ടപ്പോഴോ ചുകോപ, കോപം ഒന്നും കൂടി ഇരട്ടിച്ചു സുംഭൻ്റെ. ധൂമ്രലോചനെയും കൊന്നു, ഒരു ഹുങ്കാരം കൊണ്ട് കൂടെ പോയ പടയാളികളെ മുഴുവനെയും കൊന്നു എന്ന് കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു. ആർക്ക്? ഈ സുംഭന്. എന്നിട്ടോ ആ ദൈത്യാധിപതി, ആ അസുരൻ അല്ലെങ്കിൽ സുംഭൻ, അസുര രാജാവായിട്ടുള്ള സുംഭൻ, ദൈത്യാധിപതി അല്ലേ,
പ്രസ്ഫുരിതാധര സുംഭ, അതായത് കോപം കൊണ്ട് ചുണ്ടിങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ പ്രസ്ഫുരിതം അധരം ചുണ്ടാണ്. പ്രസ്ഫുരിതാധരം വിറയ്ക്കണ, കോപം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ട്, കോപം കൊണ്ട് വിറയ്ക്കുന്ന ആ സുംഭൻ ചണ്ഡമുണ്ടൗ ആജ്ഞാപയാമാസ, ചണ്ഡമുണ്ടന്മാരെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു. ആജ്ഞാപയാമാസ, അതായത് ദേവി ധൂമ്രലോചനെ കൊന്നുവെന്നും ദേവിയുടെ വാഹനം ധൂമ്രലോചൻ്റെ ഒപ്പം പോയ സൈന്യങ്ങളെ കൊന്നുവെന്നും കേട്ടപ്പോൾ ഈ സുംഭൻ്റെ കോപം അതികഠിനായിട്ട് വർദ്ധിച്ചു. അല്ലെങ്കിൽ കോപം കൊണ്ട് വയ്യാതെ, കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ കോപം കൊണ്ട് വിറച്ച ചുണ്ടുകളോടെ സുംഭനിസുംഭന്മാരെ വരുത്തി അവരെ വിളിച്ചിട്ട് ആ സുംഭനിസുംഭന്മാരോട് ചണ്ടാമുണ്ടന്മാരോട് അപ്പോൾ സുംഭന് അത്രയ്ക്ക് ദേഷ്യം വന്നു. അസുര രാജാവായിട്ടുള്ള സുംഭന് ഈ വിവരം കേട്ടിട്ട് അതികഠിനമായിട്ടുള്ള കോപം വന്നു. അങ്ങനെ കോപിഷ്ഠനായിട്ട് ചുണ്ട് വിറച്ചിട്ടുള്ള ഈ സുംഭൻ തൻ്റെ കിങ്കരന്മാരായിട്ടുള്ള ചണ്ടാമുണ്ടന്മാരെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു എന്നാണ് ഈ 2 ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്രുത്വാ തമസുരം ദേവ്യാ നിഹതം ധൂമ്രലോചനം ബലം ചക്ഷപിതം സർവം ദേവീ കേസരിണാ തഥാ ചുകോപ ദൈത്യാധിപതി സുംഭ പ്രസ്ഫുരിതാധര ആജ്ഞാപയാമാസ ച തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ. നമ്മളിവിടെ ഒരു കാര്യം ശരിക്കും നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ അസുരന്മാർക്ക് എല്ലാ ഇമോഷൻസും വളരെ തീവ്രമാണ്. ഇപ്പം കാമപരവശനായി അല്ലേ, ഇത് കേട്ടപ്പോൾ ആ ആഗ്രഹം സാധിക്കാത്തപ്പോൾ അതിതീവ്രമായിട്ടുള്ള കോപം. ഇതൊക്കെ ആസുരിക്ക് ആയിട്ടുള്ള അസുര ഗുണങ്ങളാണ് അതൊക്കെ. അല്ലെങ്കിൽ അസുരന്മാരുടെ ഗുണം നല്ല നിലയ്ക്കല്ല, അസുരന്മാരുടെ പെക്യൂരിയാരിറ്റീസാണ്. അതായത് നമ്മളുടെ ഉള്ളിലും എപ്പോൾ ഇതൊക്കെ വരുന്നു അപ്പോൾ നമുക്ക് ആ അസുര സ്വഭാവം തന്നെ പറയണം. അതായത് എന്തിനോടും തീവ്രമായിട്ട് പ്രതികരിച്ചിട്ട് അവനവനെ തന്നെ മറക്കണത് ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഇവളുടെ ഭംഗി കേട്ടപ്പോൾ കാമപരവശനായി, എന്നിട്ട് ആ ആഗ്രഹം സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ അതിതീവ്രമായിട്ടുള്ള കോപം. അപ്പം എന്താ വെച്ചാൽ ഉടനെ ഓരോ ഡിസിഷൻസ് എടുക്കുകയാണ്, ഒരു വരും വരായും ചിന്തിക്കാതെ. ദേവിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അത്ര ശക്തി ഉണ്ടാവും. ഞാനൊന്ന് സൂക്ഷിച്ചിട്ട് വേണമെന്ന് പോലും വിചാരിക്കില്ല. ധൂമ്രലോചന അയച്ചു. ധൂമ്രലോചന ചത്തു കേട്ടപ്പോൾ അപ്പോൾ ചണ്ടാമുണ്ട മുസന്മാരെ ഉടനെ തന്നെ ആലോചിക്കാണ്ട് ആജ്ഞാപിക്കണം. ഇതൊക്കെ ആസുര സ്വഭാവമാണ് കാണിക്കണം കേട്ടോ. ഇനി 18. ഹേ ചണ്ഡ ഹേ മുണ്ട ബലൈർബഹുഭി പരിവാരിതൗ തത്ര ഗച്ഛത ഗത്വാ ച സാ സമാനീയതാം ലഘു. എന്താ പറയണറിയോ? ഹേ ചണ്ഡ ഹേ മുണ്ട, അവരെ വിളിച്ച് പറയണം. ബഹുഭിഹി ബലൈഹി പരിവാരിതൗ, വലിയൊരു പടയും കൂട്ടിയിട്ട്, സൈന്യത്തിനെയും കൂട്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവിൻ. അതായത് 60,000 ആളെയും കൊണ്ട് ധൂമ്രലോചന പോയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങൾ ഹേ ചണ്ടമുണ്ടന്മാരെ, നിങ്ങൾ വളരെ സൈന്യത്തോടു കൂട്ടി നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ. ഗത്വ സാ സമാനീയത, എന്നിട്ട് അവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോരൂ. ലഘുച്ച, നിങ്ങൾക്കിതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. എനിക്കറിയാം നിങ്ങൾക്ക് നല്ല ശക്തി, വളരെ സമർത്ഥരാണ്, നിങ്ങൾ നല്ല ശക്തിയുള്ളവരാണ്, നല്ല യുദ്ധകോപിതന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, വളരെ ശക്തമായിട്ട് വളരെ വലിയൊരു സൈന്യത്തോടു കൂടി ദേവിയുടെ അടുത്തേക്ക് പൊക്കോളൂ. നിങ്ങൾക്ക് സാധിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ലഘുവാണെന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് നിഷ്പ്രയാസം അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ഒന്നും വിഷമമില്ല. നിങ്ങൾ വേഗം അവളെ പോയി സമാനീയതാം എന്ന് പറഞ്ഞു ഇല്ലേ? നോക്കൂ, ഗത്വ സാ, അവളെ സമാനീയതാം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് ചണ്ടാമുണ്ടന്മാരോട് ആജ്ഞാപിച്ചു. ഈ അധ്യായം ചെറിയ അധ്യായം കേട്ടോ, 2 ശ്ലോകമേ ഉള്ളൂ. ഹേ ചണ്ഡ ഹേ മുണ്ട ബലൈർബഹുഭി പരിവാരിതൗ തത്ര ഗച്ഛത ഗത്വാ ച സാ സമാനീയതാം ലഘു. 19. കേശേഷ്വാഗൃഹ്യ ബദ്ധ്വാ വാ യദി വ സംശയോ യുധി തദശേഷായുധൈഃ സർവൈരസുരൈർവിനിഹന്യതാം. യദി വഹ സംശയഃ യുധി, അതായത് ഒരു സ്ത്രീയോട് യുദ്ധത്തിന് പോണത് അത്ര ശരിയല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, യദി വഹ സംശയ യുധി, ഒറ്റയ്ക്ക് നിൽക്കണ ഒരു സ്ത്രീയോട്, അതും കൂടെ ആരുമില്ല പറഞ്ഞല്ലോ,
ഏകയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയോട് യുദ്ധത്തിന് പോണത് അത്ര ശരിയല്ല എന്നാണ് തോന്നണ ചോട്ടെ, യുദ്ധം ചെയ്യണ്ട, എന്നാൽ പിന്നെ എന്ത് ചെയ്താൽ മതി, യുദ്ധത്തിന് നിൽക്കണ്ട. കേശേഷു ആകൃഷ്യ ബദ്ധ്വ, തലമുടി പിടിച്ച്, ഇതെന്നെ പറയണ എല്ലാവർക്കും അത് വലിയ പ്രധാന അവർക്ക് തോന്നുന്നുണ്ട്. തലമുടി പിടിച്ച് വലിച്ച് വലിച്ചിട്ടോ, അല്ലെങ്കിൽ കാലും കൈയും ബദ്ധ്വ, ബന്ധിച്ചിട്ട്, ഒന്നെങ്കിൽ തലമുടി പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവളെ കൈയും കാലും കെട്ടിയിട്ടേ, എന്നിട്ടോ താം ഇഹ ആനേതം, അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. യതിവഹ സംശയ യുധി, നിങ്ങൾക്ക് രണ്ടാൾക്കും ഈ സൈന്യത്തിനോടുകൂടി എതിരിടാൻ പറ്റുമോ എന്നാണ് സംശയം തോന്നണമെങ്കിൽ, സർവൈഹി അസുരൈഹി, എല്ലാ അസുരന്മാരും നിങ്ങളുടെ കൂടെ കൂട്ടിക്കോളൂ. എന്നിട്ടോ തദശേഷ ആയുധൈഹി വിനിഹന്യത, എല്ലാ ആയുധങ്ങളും കൊണ്ടുപോയിക്കോളൂ. അവളോട് യുദ്ധം ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ ആയുധങ്ങളും എല്ലാ സൈന്യങ്ങളെയും കൊണ്ട് പോയിക്കോളൂന്ന്. എന്താ പറയണമെന്ന് വെച്ചാൽ, ഇവർക്കൊരു വൈമനസ്യമുണ്ട്, പോയി യുദ്ധം ചെയ്തിട്ട് അവളോട് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയോട് വെച്ചാൽ അവളെ തലമുടി പിടിച്ചിട്ടോ, തലമുടി പിടിച്ച് വലിച്ചഴച്ചിട്ടോ, അല്ലെങ്കിൽ കയ്യും കാലും പിടിച്ച് കെട്ടിയിട്ട് വലിച്ചിട്ടോ കൊടുന്നോളൂ. ഇനി അല്ല, അയ്യോ അവളെ ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നാണ് സംശയമെങ്കിൽ, ആദ്യത്തെ സംശയം എന്താ, ഒരു സ്ത്രീയോട് അങ്ങനെ യുദ്ധം ചെയ്യണത് ശരിയല്ലല്ലോ എന്ന്. അപ്പോഴാണ് പറഞ്ഞ തലമുടി അയച്ച് പിടിക്കുക അല്ലെങ്കിൽ കെട്ടി കൊടുത്തോളൂ. ഇനി അല്ല, ഇവള് വലിയ ധൂമ്രലോചനയൊക്കെ ഇങ്ങനെ കൊന്നൂലോ ഹുങ്കാരം കൊണ്ടൊക്കെ, ഞങ്ങൾക്ക് അവളെ ജയിക്കാൻ പറ്റുമെന്നാണ് പേടിച്ചോട്ടെ, പേടിക്കണ്ട. സകല ദിവ്യായുധങ്ങൾ, എൻ്റെ കയ്യിലുള്ള എല്ലാ ദിവ്യായുധങ്ങളും എല്ലാ അസുര സൈന്യത്തിനെയും, തൻ്റെ ഈ ചണ്ടാമുണ്ടന്മാരുടെ കീഴിലുള്ളതെന്നില്ല, അസുര സൈന്യത്തിന് മുഴുവൻ കൂടെ കൂട്ടി എല്ലാ ദിവ്യായുധങ്ങളും ശക്തിയുള്ള ആയുധങ്ങളും കൊണ്ട് പോയി ദേവിയോട് യുദ്ധം ചെയ്തോളൂ, ഒന്നും പേടിക്കാനില്ല, നിങ്ങൾക്ക് പറ്റാത്ത കാര്യമൊന്നുമല്ല, സകല ആയുധങ്ങളും കൊണ്ട് അവളെ പീഡിപ്പിച്ചോളൂ, അവൾ തന്നെ കീഴടങ്ങും എന്ന് പറയണം. കേശേഷ്വാഗൃഷ്യ ബദ്ധ്വാ വാ യദിവ സംശയോ യുധി തദശേഷ ആയുധൈഹി സർവൈ അസുരൈർ വിനിഹന്യതാം. അതായത് രണ്ട് സംശയം ആവാം എന്ന് പറയണം. തസ്യാം ഹതായാം ദുഷ്ടായാം സിംഹേ ച വിനിപാതിതേ ശീഘ്രമാഗമ്യതാം ബദ്ധ്വാ ഗൃഹീത്വാ താമഥാംബികാം. തസ്യാം ദുഷ്ടായാം ഹതായാം, ആ ദുഷ്ട മീൻസ് ആ സ്ത്രീ, അതായത് ദേവി, ഹതായ, അതായത് നിങ്ങളുടെ അടിയും യുദ്ധവും അനുഭവിച്ച് പീഡിതയായിട്ട്, അത്ര പീഡിപ്പിക്കണം ദേവി, അങ്ങനെ അവൾ പീഡിതയായിട്ട് ക്ഷീണിച്ചാൽ, സിംഹേച്ച വിനിപാതിതേ, സിംഹവും ചത്ത കഴിഞ്ഞാൽ, സിംഹത്തിനെയും കൊല്ലണം, സിംഹത്തിനെയും കൊന്നു കഴിഞ്ഞാൽ, അഥ താം അംബികാം ഗൃഹീത്വ, വേഗം ആ അംബികയെ പിടിച്ച് കെട്ടി, ബദ്ധ്വ എന്ന് പറഞ്ഞു, ബന്ധിച്ച്, ആ അംബികയെ പിടിച്ച് ബദ്ധ്വ, പിടിച്ച് കെട്ടി, ശീഘ്രം ആഗമ്യത, പറയാനായിട്ട് വളരെ എളുപ്പമല്ലേ, ആ ദേവിയെ പിടിച്ച് കെട്ടി ശീഘ്രം വേഗം ആഗമ്യത, എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ എന്നാ പറയണം. അതായത് ഇത്രയും അസുരന്മാരെയും ഇത്രയും ആയുധങ്ങളും കൊണ്ട് ദേവിയെ പീഡിപ്പിക്കുക, യുദ്ധം ചെയ്തിട്ട് അങ്ങോട്ട് തളർത്തുക. അങ്ങനെ തളർന്നു കഴിഞ്ഞ ദേവി അവിടെ ഇരിക്കുക, ദേവി തളരും കുറേ കഴിയുമ്പോൾ അല്ലേ, ഇത്ര അനവധി ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ തളർന്ന ദേവിയുടെ ആ സിംഹത്തിനെ എന്തു ചെയ്യണം, കൊല്ലണം. അങ്ങനെ സിംഹവും വാഹനമായിട്ടുള്ള സിംഹവും നഷ്ടപ്പെട്ട് തളർന്ന ദേവിയെ പിന്നെ ഒരു വിഷമവും ഇല്ല, നിങ്ങളെ വേഗം പിടിച്ച് കെട്ടി വലിച്ചഴച്ച് വേഗം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ എന്ന് എന്നാണ് അപ്പോൾ ചണ്ടാമുണ്ടന്മാരോട് ആജ്ഞാപിച്ചത്. അപ്പോൾ നമുക്ക് 20 വായിച്ചാൽ ഈ അധ്യായം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത അധ്യായം അടുത്ത ദിവസം മതി തുടങ്ങണത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ശ്ലോകം കൂടി വായിച്ച് നമുക്ക് നിർത്താട്ടോ. പിന്നെ ചണ്ടാമുണ്ടന്മാർ പോവുകയാണേ, അത് ചണ്ടാമുണ്ടന്മാരെ പിന്നെ ധൂമ്രലോചനൻ അങ്ങനെ കുറേ ആൾക്കാർ പോയിട്ട് ആയിട്ട് അവസാനേ ശുംഭനും നിശുംഭനും കൊല്ലുള്ളൂ. അങ്ങനെയാണല്ലോ സാധാരണ, കീഴിലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ അയച്ചതിന് ശേഷമല്ലേ സാധാരണ ഈ രാജാവ് പോവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ചണ്ടാമുണ്ടന്മാരെ അയച്ച് അവർ
പറ്റാണ്ടാവും, അപ്പോൾ രക്തബീജനെ അയക്കുക, അങ്ങനെ പല പല ഇതുണ്ട്. ഇങ്ങനെ മുഴുവൻ യുദ്ധമാണ് കേട്ടോ അതിലൊക്കെ പറയണത്. ഇനി ആക്ച്വലി സുംഭനിസുംഭന്മാരെ കൊല്ലണ വരെ ഈ യുദ്ധമാണ്. അത് കഴിഞ്ഞാൽ പക്ഷേ 11-ാം അധ്യായം ദേവന്മാരുടെ സ്തുതി, അതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ നല്ല ഒരു സ്തുതിയാണ്. 11-ാം അധ്യായം ഒരു വളരെ നല്ല ഇതാണ്. അത് നമ്മൾ സാധാരണ ഇങ്ങനെ ആഴ്ചമുറയായിട്ട് വായിക്കുമ്പോൾ അത് വെള്ളിയാഴ്ചയാണ് വരികയൊക്കെ ചെയ്യുക. അതുകൊണ്ട് അതിന് വെള്ളിയാഴ്ച സ്തുതി എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അവിടെ എത്തുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സപ്തമല്ലേ ആയുള്ളൂ, അടുത്തത് 7, 8, 9, 10 കൂടി കഴിയുമ്പോഴേക്കേ സുംഭനെയും നിസുംഭനെയും കൊല്ലുള്ളൂ. അതുവരെ തന്നെയാണ്. അപ്പം നമുക്ക് ഈ യുദ്ധമാണെങ്കിലും നമ്മളെപ്പോഴും അതിൻ്റെ ആ സ്പിരിച്വലായിട്ടുള്ള അർത്ഥം കൂടി നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് പോകണം. അതായത് ദേവിയുടെ ആ ശക്തി, ദേവിയെ നമ്മൾ സർവാത്മന ആശ്രയിച്ചാൽ നമ്മുടെ ഉള്ളിൽ വരണ ശത്രുക്കളെയൊക്കെ ദേവി അതുപോലെ കൊന്നോളും. എത്ര ബലവാന്മാരായിട്ടുള്ള ശത്രുക്കളാണെങ്കിലും, എത്ര ബലമായിട്ടുള്ള വാസനകൾ, എത്ര ജന്മജന്മാന്തരങ്ങളിലായിട്ടുള്ള കട്ടി കൂടി അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള വാസനകളാണെങ്കിലും ദേവിക്ക് മാറ്റാൻ കഴിയും, നമുക്ക് പറ്റില്ല. ശരിയാണ്, നമ്മൾ തന്നെ ട്രൈ ചെയ്തിട്ട് നമ്മുടെ പ്രയത്നം കൊണ്ട് അതിനെ മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ നമ്മൾ ദേവിയെ ശരണാഗതി അടഞ്ഞാൽ ഇപ്പം ഈ അസുരന്മാരെ ഒക്കെ കൊല്ലണ പോലെ ദേവി പതുക്കെ 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 നമ്മുടെ എല്ലാ ആസുരി വാസനകളെ മാറ്റും എന്ന് നമ്മൾ വിചാരിച്ചും കൊണ്ട് ഇത് വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ എപ്പോഴും അങ്ങനെ വിചാരിക്കുമ്പോഴാണ് സുഖം തോന്നുന്നത്. അപ്പോൾ 20 വായിച്ച് ഞാൻ ഇന്നിവിടെ നിർത്താം. തസ്യാം ഹതായാം ദുഷ്ടായാം സിംഹേ ച വിനിപാതിതേ ശീഘ്രമാഗമ്യതാം ബദ്ധ്വാ ഗൃഹീത്വാ താമഥാംബികം. നമുക്ക് തന്നെ പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാലും നമ്മൾ അത് ചെയ്യാതെ, ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാതെ നമ്മൾ ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സമയം കളയണം. ഉദാഹരണം ഇപ്പം നമ്മുടെ ഫോൺ തന്നെ അല്ലേ, ശരിക്കും ഞാനൊരു 2 മിനിറ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ എൻ്റെ സ്പെൻഡിങ് 10 മിനിറ്റ്സ് വെറുതെ നമ്മുടെ വളരെ വിലപ്പെട്ട സമയം നമ്മൾ തന്നെ കളയും ഇല്ലേ. അപ്പോൾ അതൊക്കെ ഒരു നമ്മുടെ ഒരു ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ദേവിയിൽ നിന്ന് അകറ്റുന്ന ഓരോ ശക്തികളാണതൊക്കെ. ആവശ്യമില്ല ഇനി, അതാണ്. അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ തരണം ചെയ്യാൻ നമുക്ക് തന്നെ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് ഭഗവതി ഈശ്വര ഇങ്ങനെ ചെയ്യാൻ തോന്നരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടുമല്ലോ. അതാണല്ലോ എന്തും ഈശ്വരനോട് അടുക്കുന്നതൊക്കെ. അത് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഗീതയുടെ എല്ലാ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയും ഭഗവാനോട് അടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന എല്ലാം ധർമ്മമാണ്, ഭാഗവത ധർമ്മമാണ്. ഭഗവാനിൽ നിന്ന് നമ്മളെ അകറ്റാൻ പ്രേരിപ്പിക്കുന്നതൊക്കെ ധർമ്മമല്ല എന്നാണ്. അപ്പോൾ എന്താണ് ഭഗവാനുള്ള ശ്രദ്ധ നമ്മൾ അകറ്റണത്? അതൊക്കെ നമ്മൾ ഭഗവാനെ തന്നെ ശരണാഗതി അടഞ്ഞ് അല്ലെങ്കിൽ ദേവിയെ തന്നെ ശരണാഗതി അടഞ്ഞ് അതിനെ മാറ്റാനേ നമുക്ക് പറ്റൂ. നമ്മളായിട്ട് മാറ്റാൻ വിഷമാണ്. ഭഗവത് കൃപ അല്ലെങ്കിൽ ദേവിയുടെ കൃപ വേണം അത് മാറ്റാനേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇനി നമുക്ക് പിന്നെ അപ്പോൾ നമ്മൾ 6-ാം അധ്യായം ഇപ്പോൾ കഴിഞ്ഞു, ധൂമ്രലോചനവധം എന്നൊക്കെയാണ് നമുക്ക് പേര് പറയാവുന്നത് കേട്ടോ. അപ്പോൾ ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ധൂമ്രലോചനവധോ നാമ 6ാധ്യായഃ സമാപ്തഃ. അപ്പോൾ 6-ാം അധ്യായം കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസം ഭഗവതിയുടെ അനുഗ്രഹത്തോടു കൂടി 7-ാധ്യായം തുടങ്ങാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായേ നമഃ.